വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്. അതാണ് നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റ്. നമ്മളൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫയലിൻ്റെ അകത്ത് നമ്മൾ ന്യൂ പ്രൊജക്റ്റ് പേര് കൊടുക്കുക, അനലോഗ് ഓർ മിക്സ്ഡ് അത് സെലക്ട് ചെയ്യുക. നമ്മൾ സ്പൈസ് വർക്ക് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അത് സേവ് ചെയ്യുന്നത്. ഓക്കെ, ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രൊജക്റ്റ്. ഓക്കെ, പ്ലേസ് പാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം ഡയോഡ് സെലക്ട് ചെയ്യുന്നു. 1N4148 എന്ന ഡയോഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡയോഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റെസിസ്റ്റർ എടുക്കുന്നു. റെസിസ്റ്റർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ R എന്ന് പറയുന്ന കീബോർഡിൽ ഈ പ്രസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചാണ് ഇതൊക്കെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മോഡ് എൻഡ് ചെയ്യാൻ വേണേൽ എസ്കേപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻഡ് മോഡ് എന്ന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു സോഴ്സ് വേണം. അത് ഉപയോഗിക്കുന്നത് VDC എന്ന് പറയുന്ന ഒരു സോഴ്സാണ്. VDC. ഓക്കെ, നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നു എൻഡ് മോഡ്. ഓക്കെ, അല്ലെങ്കിൽ എസ്കേപ്പ് എന്ന് വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വയർ ചെയ്യുന്നു, പ്ലേസ് വയർ. ഓക്കെ, നമ്മൾ സർക്യൂട്ട് ഡ്രോ ചെയ്യുകയാണ്. ഡ്രോ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളിത് ഗ്രൗണ്ട് പ്ലേസ് ചെയ്യുന്നു. നമ്മൾ 10 വോൾട്ടാണ് ഇതിന് കൊടുക്കുന്നത്. സോറി, 1 വോൾട്ടാണ്. കാരണം ഡയോഡിൻ്റെ കട്ടിൻ വോൾട്ടേജ് എത്രയാണ്? 0.7, 0.6 ഒക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ 1 വോൾട്ടേജാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ PSpiceൽ ന്യൂ സിമുലേഷൻ പ്രൊഫൈൽ നമ്മളൊരു പേര് കൊടുക്കുന്നു. ക്രിയേറ്റ്. അതിനുശേഷം ഒരു പുതിയ സ്ക്രീന് വന്നിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിഫാൾട്ടായിട്ട് ടൈം ഡൊമൈൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടാവുക. അനാലിസിസിൻ്റെ അകത്ത് അനാലിസിസ് ടൈപ്പ് ടൈം ഡൊമൈൻ ആണ് ഉണ്ടാവുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ DC സ്വീപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. മിക്ക ആൾക്കാർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. DC സ്വീപ്പാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ VDC ആണല്ലോ എടുത്തത്. ഓക്കെ, അനാലിസിസ് ടൈപ്പ് DC സ്വീപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് വാല്യൂ 0 ആയിക്കോട്ടെ. 0 വോൾട്ട് മുതൽ നമുക്ക് ഒരു 0.8, 0.9 ഒക്കെയാണ് മതിയാവും. 0.8 വോൾട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. ഇനി ഇൻക്രിമെൻറ്റ് 0.1 വോൾട്ട്, 0.1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഓക്കെ, നമ്മളിവിടെ നെയിം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കൊടുക്കുന്നത് ഇതാ, വോൾട്ടേജിൻ്റെ സോഴ്സിൻ്റെ നെയിം നമ്മൾ കൊടുക്കാനുണ്ട്. ഓക്കെ, അത് ഇവിടെ വോൾട്ടേജ് സോഴ്സിൻ്റെ നെയിം എന്താണ്? V1 അല്ലേ, അത് കൊടുക്കണം. V1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്യുക. പ്രോബ് എടുത്തിട്ട് നമ്മൾ ഇവിടെയാണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അവിടെ പ്രോബ് ഫിക്സ് ചെയ്യുക. VI ക്യാരക്ടറിസ്റ്റിക്, ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഔട്ട്പുട്ടായി ലഭിച്ചിരിക്കുകയാണ്. ഇതാണ് ഔട്ട്പുട്ട്. ഓക്കെ,